വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സംസ്ഥാന സർക്കാർ ഇന്ന് സ്വീകരിക്കും. വിവരങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? അവിടുത്തെ ഒരുക്കങ്ങൾ എത്രത്തോളമാണ്? ഇന്ന് തുറമുഖത്ത് നടക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? 10 മണിയോട് കൂടിയാണ് ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ, ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനമൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാമെന്ന് തോന്നുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ ഇപ്പോൾ ക്യാമറ മാറ്റിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഫ്രെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നലെ ഇവിടെ വന്ന മേഴ്സ്കിന്റെ ആ വലിയ കണ്ടെയ്നർ, അത് നമുക്ക് കൃത്യമായി തന്നെ കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ള ഒരു ഫ്രെയിമാണിത്. ഈ വിഴിഞ്ഞത്തുകാരുടെ, തിരുവനന്തപുരത്തുകാരുടെ, മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം ജീവിതം, അതോടൊപ്പം തന്നെ ഈ കപ്പൽ വന്നതിൻ്റെയും വിഴിഞ്ഞം തുറമുഖം കാണാനെത്തിയവരുടെയും കൗതുകം നിറഞ്ഞ ആ ഒരു കാഴ്ച. അങ്ങനെ ഒരു 3 കാഴ്ചകൾ, 3 ജീവിതങ്ങൾ, 3 സ്വപ്നങ്ങളൊക്കെ തന്നെ സംയോജിക്കുന്ന ഒരു ഫ്രെയിമായിട്ട് കൂടിയാണ് നമുക്ക് ഇപ്പോൾ ഇതിനെ കാണാൻ കഴിയുക. 10 മണിയോട് കൂടിയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ, ട്രയൽ റണ്ണൊക്കെ തന്നെ നടക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. 1950 കണ്ടെയ്നറുകൾ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറക്കും. അതിന്റെ ആദ്യഘട്ടത്തിൽ അതിന്റെ പകുതിയോളം കണ്ടെയ്നറുകൾ ഒക്കെ ഇറക്കുന്ന നടപടികളൊക്കെയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഈ കപ്പൽ വീണ്ടും തിരിച്ച് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ എല്ലാ കണ്ടെയ്നറുകളും ഈ തുറമുഖത്തേക്ക് ഇറക്കി വെക്കും. ഇപ്പോൾ ഏതായാലും ഈ ഔദ്യോഗികമായ പരിപാടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. 10 മണിയോട് കൂടി തന്നെയാണ് ഇതിന്റെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. കേന്ദ്രമന്ത്രി സർബാനന്ദ സരോവാൾ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ വലിയ തോതിൽ ഒരു ആഘോഷമായിരുന്നു ഈ വിഴിഞ്ഞത്തും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ. അതോടൊപ്പം ഏറ്റവും പ്രത്യേകതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ കരയോട് ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പ്, ഒരു മദർഷിപ്പ് എത്തുന്ന മറ്റൊരു തുറമുഖം ഈ നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. അത്രയധികം കരയോട് ചേർന്ന് ഇത്രയധികം ഒരു വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു തുറമുഖത്തിന്റെ ഒരു കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, ചടങ്ങ് എപ്പോഴത്തേക്ക് ആരംഭിക്കും? ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണോ? മോത്തി 10:30 മണിക്ക് ഔപചാരികമായ ചടങ്ങ് തുടങ്ങും. അതിനു മുൻപായി മുഖ്യമന്ത്രി ഈ ചടങ്ങ്, അതായത് ആദ്യ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യാതിഥിയായി കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. തുറമുഖ വകുപ്പ് മന്ത്രി BN വാസവൻ അധ്യക്ഷനാകും. ഒപ്പം അദാനി പോർട്സിന്റെ അധികാരികളും കരൺ അദാനി അടക്കമുള്ളവരും പങ്കെടുക്കും. ഏതായാലും നമ്മൾ ആദ്യ കപ്പൽ ട്രെയിനുമായി 2023 ഒക്ടോബർ മാസം 15-ാം തീയതി ഇവിടെ വന്നപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇതുപോലൊരു വലിയ ചടങ്ങ് നിശ്ചയിച്ചിരുന്നതാണ്. അത് ഇതിലും വലിയൊരു ചടങ്ങായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത്രത്തോളം വലുതല്ലെങ്കിൽ പോലും 5000-ഓളം പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പരിപാടി കാണുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ സാൻ ഫെർണാണ്ടോ കപ്പൽ ഈ തീരത്തേക്ക് അടുത്തിരുന്നതാണ്. തീരത്തടുത്തു, ബർത്തിനരികിൽ നങ്കൂരമിട്ടു, ചരക്കുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. ഇപ്പോൾ നമ്മൾ അറിയുന്നത് 800 TEU, അതായത് ഒരു 500-ലധികം കണ്ടെയ്നറുകൾ ഇതുവരെ ഇറക്കി കഴിഞ്ഞു. ഇന്നലെ കൊണ്ട് ഈ ചരക്കിറക്കം പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇന്നും കൊണ്ട് ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം വീണ്ടും ബാക്കിയുള്ള 1960 കണ്ടെയ്നറുകളിൽ ഈ 500 ശേഷം ബാക്കിയുള്ളത് കൂടി ഇന്ന് ഇറക്കലാണ് നമ്മൾ കാണുന്നത്. സാൻ ഫെർണാൻഡോ എന്ന കപ്പലിന്റെ മേഴ്സ്ക് കമ്പനിയുടെ സാൻ ഫെർണാൻഡോ കപ്പലിൽ കണ്ടെയ്നറുകളുമായി വരുന്നതിന്റെ ആകാശ ദൃശ്യങ്ങൾ, അതിമനോഹരമായ ദൃശ്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദൂരക്കാഴ്ച. ചരിത്രമാണ് അങ്ങനെ തിരകളെ കീറി മുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. എത്രയോ വർഷങ്ങളായി കാത്തിരുന്ന തുറമുഖം സാധ്യമാകുന്നു, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി വിഴിഞ്ഞം തുറമുഖം ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.